മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമില്ല. ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് സംസ്കരിച്ചു. ഇതര സംസ്ഥാനക്കാരനായ പ്രഭുലാൽ എന്ന വയോധികന്റെ മൃതദേഹമാണ് സംസ്കരിച്ചത്. ഇതര സംസ്ഥാനക്കാരനായ പ്രഭുലാൽ എന്നു പേരുള്ള 70 വയസ്സുകാരന്റെ മൃതദേഹമാണ് ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് സംസ്കരിച്ചത്. ജില്ലാ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയ്ക്കായി എത്തിയത്. ഡിസ്ചാർജ് ചെയ്തിട്ടും പോകാനിടമില്ലാതെ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. തുടർന്ന് ആശുപത്രി ജീവനക്കാർ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശന്റെ സഹായം തേടി. ഗണേശൻ ഇയാളെ താൽക്കാലികമായി മയ്യനാട് SS സമിതി അഭയകേന്ദ്രത്തിലെത്തിച്ചു. പിന്നീട് രോഗം മൂലം ഇയാൾ മരിക്കുകയായിരുന്നു. മൃതശരീരം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയെങ്കിലും ആരും തന്നെ മൃതദേഹം ഏറ്റെടുക്കാൻ എത്തിയില്ല. 14 ദിവസം കഴിഞ്ഞതോടുകൂടി ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ്, ബാബു, ടൈറ്റസ് കടത്തുകാരൻ, ശ്യാം ഷാജി എന്നിവർ ചേർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ, നഗരസഭ, പോലീസ് എന്നിവരുടെ അനുമതിയോടെ മൃതശരീരം ഏറ്റെടുക്കുകയായിരുന്നു. പ്രഭുലാൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, നമ്മുടെ 70 വയസ്സുകാരൻ, നമ്മുടെ വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നെയായിരുന്നു. അയാളെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനമായ ഗണേശനും ബാബുവും ശ്യാമും കൂടെ ചേർന്ന് ഇവരെ എടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അവിടെ കിടത്തി. അവിടെ നിന്ന് കുറെ ഭേദപ്പെട്ടപ്പോൾ അനാഥനായി കണ്ട് SS സമിതി കൊണ്ടുവന്നാക്കി. ജീവകാരുണ്യ പ്രവർത്തനായ ഗണേശനും ശ്യാമും ബാബുവും എല്ലാം ബാബുച്ചേട്ടനെല്ലാം ചേർന്ന് കൊണ്ടുവന്ന് SS സമിതിയിലാക്കി. SS സമിതി കിടന്ന് മരണപ്പെട്ടു. അവിടുന്ന് തിരിച്ച് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മോർച്ചറി വെച്ചിരുന്നു. 15 ദിവസമായിട്ട് ഇതിന്റെ ആരും അന്വേഷണത്തിന് വരാത്തതുകൊണ്ട് ഇതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് ഗവൺമെന്റ് ഇടപെട്ട് SS സമിതിയുടെ സഹായത്തോടു കൂടി ഈ ബോഡി എടുത്തു കൊണ്ടുവന്ന് മുളങ്കാട് മശാനത്ത് ഭൂവിദാനം ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഗണേശനെയും ശ്യാമിനെയും ബാബുച്ചേട്ടനെയും എല്ലാവരെയും ഞങ്ങൾ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. 4 പേരും ചേർന്ന് മുളങ്കാടകം ശ്മശാനത്തിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതശരീരം മറവു ചെയ്തു. ഇതിന്റെ മുഴുവൻ ചെലവുകളും ഇവർ തന്നെയാണ് വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.